നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആവേശം വാരിവിതറിയ പ്രചാരണ ദിവസങ്ങൾക്ക് സമാപനം കുറിച്ച ബുധനാഴ്ച കൊട്ടിക്കലാശം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊടിയിറക്കം ആഘോഷമാക്കാൻ മുന്നണികൾ. പാലക്കാട് നൂറണയിൽ നിന്ന് LDF-ന്റെയും ഒലവക്കോട് നിന്ന് UDF-ന്റെയും വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് NDA-യുടെയും കലാശക്കൊട്ട് ആരംഭിക്കും. വാദ്യമേള അകമ്പടിയോടുകൂടിയുള്ള നഗരപ്രദക്ഷിണത്തിന് ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കലാശക്കൊട്ടിന് സമാപനമാകും. പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ UDF-ന്റെ അവിശ്വാസം ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതി, തെരുവ് വിളക്ക് പദ്ധതി അട്ടിമറിക്കൽ തുടങ്ങി ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് അവിശ്വാസം പാസാകുമെന്ന ആത്മധൈര്യത്തിൽ UDF കൌൺസിലർമാർ. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 3,26,151 വ്യാജ വോട്ടുകളുണ്ടെന്ന ആരോപണവുമായി BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഇരട്ടിപ്പ് വോട്ടുകളും വ്യാജ വോട്ടുകളും ഭരണകക്ഷിക്ക് വേണ്ടി ചേർത്തതാണെന്നും സംസ്ഥാനം മുഴുവൻ ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ. നിലവിലെ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അംഗീകരിക്കില്ലെന്നും ഇരട്ട വോട്ടുള്ളവർ വേറെ വോട്ട് ചെയ്തിട്ടില്ലെന്ന NOC ഹാജരാക്കണമെന്നും C. കൃഷ്ണകുമാർ. തൃശൂരിൽ അനധികൃതമായി വോട്ട് ചേർത്തുന്ന പരാതിയുമായി LDF. പൂങ്കുന്നത്ത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാർ എന്ന് കാണിച്ച് 73 പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തെന്ന് ആരോപണം. പാലപ്പുറം റെയിൽവേ സ്റ്റേഷനു സമീപം എറക്കോട്ടിരി പ്രദേശത്തെ ജനങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴി അടയ്ക്കാനൊരുങ്ങി റെയിൽവേ അധികൃതർ. ട്രെയിനുകൾ വേഗത്തിൽ കടന്നുപോകുന്നതിനാണ് ഇത്തരം നടപടിയെന്ന വിശദീകരണം. നടപ്പാതയൊരുക്കുകയോ ഓവുപാലം ഉയരവും വീതിയും കൂട്ടി വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിനുള്ള സൗകര്യമൊരുക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. ഒടുവിൽ നയം വ്യക്തമാക്കി മുൻ MLA AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശി വികസന മുന്നണി രൂപീകരിച്ചതായി പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ. പെരിങ്ങോട്ടുകുറിശിയുടെ വികസനത്തിനായി ആവശ്യപ്പെട്ടതിലധികം ഫണ്ട് അനുവദിച്ച പിണറായി സർക്കാരിനൊപ്പമെന്ന് AV ഗോപിനാഥ്. വാർത്തകൾ വിശദമായി. ഒരു മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നാളെ കലാശക്കൊട്ട്. ഭൂരിപക്ഷം കൂട്ടി സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ UDF-ഉം ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ LDF-ഉം തന്ത്രവും മറുതന്ത്രവും പയറ്റിയ പ്രചരണത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ NDA-യും മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പൊരുതി മുന്നേറി. നൂറണയിൽ നിന്നാണ് LDF-ന്റെ കലാശക്കൊട്ട് ആരംഭിക്കുന്നത്. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് NDA-യും ഒലവക്കോട് നിന്ന് UDF-ഉം കലാശക്കൊട്ട് ആരംഭിക്കും. വൈകിട്ടോടുകൂടി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയാണ് കലാശക്കൊട്ട് സമാപിക്കുക. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും ഒരു മാസത്തിലേറെ വിവിധ തരത്തിലും തലത്തിലുമുള്ള പ്രചരണങ്ങളാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതാണ് VK ശ്രീകണ്ഠന്റെ ലക്ഷ്യമെങ്കിൽ മണ്ഡലത്തിന്റെ ഇടത് പാരമ്പര്യം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF A. വിജയരാഘവനെ രംഗത്തിറക്കിയത്. പാലക്കാട് നഗരസഭയിൽ നിന്നും ആഞ്ഞുവീശിയ BJP കാറ്റ് ലോക്സഭാ മണ്ഡലത്തിലും അലയടിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. കഴിഞ്ഞ വർഷം VK ശ്രീകണ്ഠന് കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച മണ്ണാർക്കാട്, പട്ടാമ്പി മണ്ഡലങ്ങളിൽ തന്നെയാണ് ഇത്തവണയും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റു മണ്ഡലങ്ങളും പര്യടനം ഊർജിതമാക്കാൻ ശ്രീകണ്ഠൻ ശ്രമിച്ചിട്ടുണ്ട്. UDF-ലേക്ക് വന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിച്ച് നിലനിർത്തുക എന്നതാണ് ഇത്തവണ പ്രധാന ലക്ഷ്യം. പാലക്കാടെന്ന ഇടതിന്റെ ഉരുക്കുകോട്ടയെ വീണ്ടും തിരിച്ചുപിടിക്കാനാണ് ഇത്തവണ LDF-ന്റെ ശ്രമം. CPM പൊളിറ്റ് ബ്യൂറോ അംഗത്തെ കളത്തിലിറക്കി കളം നിറഞ്ഞ് കളിക്കാനും ഇത്തവണ CPM-നായിട്ടുണ്ട്. MP ആയതിനു ശേഷം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന VK ശ്രീകണ്ഠനെ മറികടക്കാൻ എത്രത്തോളം കഴിയുമെന്നത് കണ്ടറിയേണ്ടതാണ്. കേരളത്തിൽ തന്നെ ആദ്യമായി BJP അധികാരം പിടിച്ചത് പാലക്കാട് നഗരസഭയിലാണ്. ഇതിന് നായകത്വം വഹിച്ച C. കൃഷ്ണകുമാറിനെ തന്നെ BJP പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇറക്കിയത് മണ്ഡലം പിടിയിലൊതുക്കാനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2.25 ലക്ഷം വോട്ട് പിടിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ C. കൃഷ്ണകുമാറിന് ഇത്തവണ വിജയിക്കാനാകുമോ എന്നതും വോട്ട് കൂട്ടാനാകുമോ എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ്. വൈകുന്നേരം 3 മുന്നണികളുടെയും കലാശക്കൊട്ട് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ UDF-ന്റെ അവിശ്വാസം. ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും പാലക്കാട് തദ്ദേശ സ്വയം ഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവിശ്വാസം കൈമാറിയെന്നും UDF കൌൺസിലർമാർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവിശ്വാസം പാസാകുമെന്ന വിശ്വാസമുണ്ടെന്നും കൌൺസിലർമാർ വ്യക്തമാക്കി. ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതി, തെരുവ് വിളക്ക് പദ്ധതി അട്ടിമറിക്കൽ തുടങ്ങി ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയർപേഴ്സൺ നടപ്പാക്കുന്നുവെന്നാരോപിച്ചാണ് UDF കൌൺസിലർമാർ അവിശ്വാസം കൊണ്ടുവന്നത്. പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക്
അവിശ്വാസം കൈമാറിയെന്നും കൗൺസിലർമാർ പറഞ്ഞു. അധികാരത്തിന്റെ ധാർഷ്ട്യമാണെന്നും ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത്. ഇതിനാൽ ജനം ആഗ്രഹിക്കുന്ന പോലെ വികസനമെത്തുന്നില്ല. ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ചെയർപേഴ്സണെതിരെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അവിശ്വാസം പാസ്സാകുമെന്ന വിശ്വാസം തങ്ങൾക്കുണ്ടെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. കാരണങ്ങൾ നിരവധി ഉണ്ടെങ്കിലും പ്രധാനമായി എടുത്തു പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരു ലക്കും ലഗാനുമില്ലാതെ ചട്ടവിരുദ്ധമായിട്ടുള്ള ചെയർപേഴ്സണ് മുൻകൂർ അനുമതി, ലക്ഷങ്ങൾ മുൻകൂർ അനുമതി കൊടുക്കുന്നതിന് എതിരായിട്ട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഈ വേനലിൽ നിലനിൽക്കുന്ന ഈ സമയത്ത് അതിനെതിരായിട്ട് നിഷ്ക്രിയമായ സമീപനം കാണിക്കുന്ന നിലപാടിനെതിരായിട്ട് അത് ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുകയാണ്. ഇഷ്ടക്കാരെ തിരികെ കയറ്റി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് കുറേ അപേക്ഷകർക്കുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവനവന്റെ ആളുകളെ തിരികെ കയറ്റുന്ന ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുന്നതിനെതിരായിട്ട് എല്ലാം UDF ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം അറിയിക്കാനാണ് ഞങ്ങളുടെ പത്രസമ്മേളനം നടത്തുന്നത്. കൈമാറിക്കഴിഞ്ഞാൽ അവിശ്വാസം കൈമാറിക്കഴിഞ്ഞു. അവിശ്വാസം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കാര്യാലയത്തിൽ പാലക്കാട് രാവിലെ കൊടുത്തു കഴിഞ്ഞു. ഇനി അത് ഇലക്ഷൻ പ്രൊസീജിയർ കഴിയുന്നെങ്കിൽ അത് എടുക്കുന്നതിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ C. സംഗീത, K. ബഷീർ, സെയ്തലവി വടക്കേതിൽ, മുനീറ, മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 3,26,151 വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന ആരോപണവുമായി NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഇരട്ടിപ്പ് വോട്ടുകളും വ്യാജ വോട്ടുകളും ഭരണകക്ഷിക്കു വേണ്ടി ചേർത്തതാണെന്നും സംസ്ഥാനം മുഴുവൻ ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. നീതിപൂർവ്വ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം ശക്തമാണ്. ജനാധിപത്യ രീതി ഉറപ്പാക്കാൻ ഇത്തരം വോട്ടുകൾ ഒഴിവാക്കണം. 13,98,143 വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. ഇതിൽ 4-1 വ്യാജന്മാരാണെന്ന സ്ഥിതിയാണ്. ഇതിനെതിരെ ശനിയാഴ്ച തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എന്നാൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരിക്കുകയാണ്. CPM-ന് വേണ്ടിയാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടത്തുന്നത്. അവരുടെ അനുഭാവികളായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണിത്. അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് ശിക്ഷ ഉറപ്പാക്കണം. വ്യത്യസ്ത ഫോട്ടോകളും ID കാർഡും ഉപയോഗിച്ച് പല ബൂത്തുകളിൽ പേരുള്ളവരുണ്ട്. ഒരു ബൂത്തിൽ തന്നെ 2 വോട്ടുള്ളവരുമുണ്ട്. വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്കായി CPM ഏജന്റുമാരെ മാത്രമാണ് അറിയിക്കുന്നതും കൊണ്ടുപോകുന്നതും. വയസ്സായ ആളുകളുടെ മക്കളെ പോലും അടുത്ത് നിൽക്കാൻ അനുവദിക്കില്ല. പക്ഷേ CPM ഏജന്റ് കൂടെ നിന്ന് നിർബന്ധിച്ച് അവർക്കായി വോട്ട് ചെയ്യിക്കുകയാണ്. നിരവധി പേരെ അവസാന പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെ പോലും രാഷ്ട്രീയം നോക്കിയാണ് ഒഴിവാക്കിയത്. ഇവർക്കു പകരം ഇരട്ടിപ്പ് വോട്ടുകൾ ചേർത്തിരിക്കുകയാണ്. നിലവിലെ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അംഗീകരിക്കില്ല. വ്യാജ വോട്ടും ഇരട്ട വോട്ടും മാർക്ക് ചെയ്തുള്ള പട്ടികയാവണം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ടത്. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. 98,000-ഓളമാണ് വോട്ടർമാരുള്ളത്. അതിൽ 3,26,000-ഓളം വോട്ടുകൾ ഇരട്ടി വോട്ടുകളായിട്ടാണ് വരുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതാത് സംസ്ഥാനത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർമാരുണ്ട്. ഞങ്ങൾക്ക് ചീഫ് ഇലക്ഷൻ ഓഫീസറോട് അഭ്യർത്ഥിക്കാനുള്ളത് കുറ്റമറ്റ രീതിയിലുള്ള വോട്ടർ പട്ടികയുമായിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തേണ്ടത്. ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യപ്രകാരം ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ ഇരട്ടി വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്താണെന്ന് ഞങ്ങളായിരുന്നു. കൃഷ്ണകുമാറിനൊപ്പം BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, P. രഘുനാഥ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ അനധികൃതമായി വോട്ട് ചേർത്തുന്ന പരാതിയുമായി LDF. പൂങ്കുന്നത്ത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാർ എന്ന് കാണിച്ച് നിരവധി പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ആരോപണം. 73 പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് LDF ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ലിപ്പ് കൊടുക്കാൻ എത്തിയപ്പോഴാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കണ്ടെത്താനായില്ലെന്ന് LDF ആരോപിച്ചു. ഇൻലാൻഡ് എന്ന ഫ്ലാറ്റിൽ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് പ്രവർത്തകർ കയറി ഇറങ്ങിയപ്പോൾ 73 വോട്ടർമാരെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ സന്ദർഭത്തിൽ ഇതെന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചു.
അപ്പോൾ നമ്മൾ BLOയെ വിളിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ചേർത്തിയത്? അപ്പോൾ അവർ പറഞ്ഞു ശരിയായ നിലയിലാണ് ഞങ്ങൾ ചേർത്തിയതെന്ന് പറഞ്ഞു. ആരാണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരിപ്പോൾ സ്ലിപ്പ് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ സ്ലിപ്പ് കൊടുക്കാൻ ആളെ കാണാനില്ല. 73 പേരുടെ സ്ലിപ്പ് ഒരുമിച്ച് ഇവിടെ ഏൽപ്പിച്ചു പോയി എന്നാണിപ്പോൾ അവർ പറയണത്. എന്തായാലും ഫ്ലാറ്റുകളിൽ താമസമില്ലാത്തിടത്ത് കുത്തിക്കയറ്റി 73 വോട്ട് ചേർന്നു എന്നാണ് ഞങ്ങളിപ്പോൾ. ഒറ്റപ്പാലത്ത് റെയിൽവേ വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ സഞ്ചാരമാർഗം മുടക്കാനൊരുങ്ങി റെയിൽവേ അധികൃതർ. പാലപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപം എറക്കോട്ടിരി പ്രദേശത്താണ് കാലങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴി അടയ്ക്കാൻ പോകുന്നത്. ഇതിന്റെ ആദ്യപടിയായി നടക്കാൻ ഉപയോഗിച്ചിരുന്ന ചാലുകളുടെ മുകളിൽ ഇട്ടിരുന്ന സ്ലാബ് എടുത്തുമാറ്റിയ നിലയിലാണ്. അടുത്ത ദിവസം തന്നെ ഇവിടെ പഴയ റെയിൽപാത ഉപയോഗിച്ച് വഴിയടയ്ക്കുമെന്നാണ് റെയിൽവേ അധികാരികളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിച്ച വിവരം. ട്രെയിനുകൾ വേഗത്തിൽ കടന്നുപോകുന്നതിനാലാണ് ഇത്തരം നടപടിയെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. പാലപ്പുറം റെയിൽവേ സ്റ്റേഷന് ഇരുഭാഗങ്ങളിലായി 180ഓളം കുടുംബങ്ങളും 115ഓളം ഏക്കർ വിവിധ കൃഷിയും ചെയ്തു വരുന്നുണ്ട്. റെയിൽവേ ലൈനിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കാണ് കൃഷിസ്ഥലങ്ങളും വീടുകളും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കസേരയിൽ ചുമന്നു വേണം റെയിൽവേ ലൈൻ കടത്തി വാഹനത്തിൽ കയറ്റാൻ. കൃഷിക്കാവശ്യമായ വിത്ത്, വളം, ട്രാക്ടർ, കൊയ്ത്തുയന്ത്രം എന്നിവ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. വിളവെടുപ്പ് കഴിഞ്ഞാൽ നെല്ല്, നാളികേരം, വൈക്കോൽ തുടങ്ങിയ സാധനങ്ങൾ മാർക്കറ്റിലെത്തിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കൃഷിക്കാർ. അതിനിടയിലാണ് റെയിൽവേ ലൈൻ വികസനവുമായി ബന്ധപ്പെട്ടുള്ള സഞ്ചാരമാർഗവും മുടക്കാനുള്ള ശ്രമം റെയിൽവേ അധികൃതർ നടത്തുന്നത്. ഏകദേശം 150ഓളം വീട്ടുകാർ പണ്ട് മുതൽക്കേ താമസിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ എയർക്കോട്ടി പാടശേഖര സമിതിയിൽ 115ഓളം ഏക്കർ ഭൂമിയിൽ വിവിധ കൃഷികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഈ പ്രദേശത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗവും തൊഴിലും കൃഷി തന്നെയാണ്. ഇപ്പോൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് റെയിൽവേ ക്രോസ് ചെയ്തിരുന്നത്. രോഗികളായ ആളുകളെയൊക്കെ തന്നെ ചുമന്നിട്ടാണ് നമ്മൾ റെയിൽവേ കടത്തിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രാക്ടർ, കൊയ്ത്ത് യന്ത്രം, മറ്റു അനുബന്ധമായിട്ടുള്ള വിത്ത്, വൈക്കോൽ, അതുപോലെ കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ല്, അതുപോലെ തന്നെ നാളികേരമൊക്കെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടി തലച്ചുമടായി റെയിൽവേ ട്രാക്ക് കടന്നിട്ടാണ് കൊണ്ടുവരുന്നത്. റെയിൽവേ വികസനത്തിനെതിരല്ലെന്നും കടന്നു പോകുന്നതിനുള്ള സൗകര്യമൊരുക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് താമസിക്കുന്നവരുടെയും കൃഷിക്കാരുടെയും ആവശ്യം. പ്രശ്നം കാണിച്ച് റെയിൽവേ അധികാരികൾക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. വികസനം നടക്കുമ്പോൾ റെയിൽവേ കുറുകെ നടപ്പാതകളോ പ്രദേശത്തുള്ള നിലവിലെ ഓവുപാലം ഉയരവും വീതിയും കൂട്ടി വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള സൗകര്യമൊരുക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് താമസിക്കുന്നവരുടെയും കൃഷിക്കാരുടെയും പ്രധാന ആവശ്യം. പ്രശ്നം കാണിച്ച് റെയിൽവേ അധികാരികൾക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ഇപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ രീതിയിലുള്ള അവരുടെ വികസന പ്രവർത്തനം റെയിൽവേയുടെ ഭാഗമായിക്കൊണ്ട് ഇവിടെയൊക്കെ അടച്ചു കെട്ടുന്നതിനുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു രോഗിയെ ആശുപത്രി കൊണ്ടുപോയതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് കൃഷിക്കാർക്ക് കൃഷി ഉപകരണങ്ങൾ റെയിലിൻ്റെ അപ്പുറത്തേക്ക് കടത്തുന്നതിനും, അതുപോലെ തന്നെ കൃഷിപ്പണി കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ റെയിലിൻ്റെ ഇപ്പുറത്ത് കടത്തി മാർക്കറ്റിൽ എത്തിക്കുന്നതിനുള്ള ഒരു സൗകര്യം വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ നിലവിൽ നമ്മൾ ഓരോ റെയിൽവേ ട്രാക്കുള്ള കാലത്ത് ഇതിൽ നമ്മൾ കാളവണ്ടിയിലൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നതായിട്ട് പഴമക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ രണ്ടാമത്തെ റെയിൽ വന്നതോടുകൂടെ, സെക്കൻഡ് ട്രാക്ക് വന്നതോടുകൂടെ ഒക്കെ തന്നെ അടച്ചു കെട്ടി. അതുകൊണ്ട് അതിലിപ്പോൾ പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഏകമാർഗ്ഗം നമ്മൾ കൊയ്ത്ത് മെഷീനൊക്കെ കൊണ്ടുവരുന്ന ലക്കിടിയുടെ അപ്പുറത്തുള്ള ഓവുപാലത്ത് കൂടെ കടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതൊക്കെ ഭാരിച്ച ചിലവുകൾ വരികയാണ്. അതിപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമാർഗ്ഗം, പാടത്തെ കാര്യങ്ങൾക്കുള്ളൊരു പരിഹാരമാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മീറ്റിനെ തടയണയുടെ ആ ഭാഗത്തു കൂടെയുള്ള ഒരു ഓവുപാലം ഉയരം കൂട്ടി വിസ്താരം കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് കൊയ്ത്തിയന്ത്രം പോലുള്ള ഉപകരണങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ട് കൃഷിയുടെ കാര്യങ്ങൾ നടത്താം. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ മറ്റു കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇപ്പോൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പല ഭാഗങ്ങളിലും അടിപ്പാതകൾ റെയിൽവേ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടിപ്പാത അനുവദിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ യാത്രാ ദുരിതം അവസാനിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സത്തരമായിട്ടുള്ള ഇടപെടൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒടുവിൽ നയം വ്യക്തമാക്കി AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശ്ശിയുടെ വികസനത്തിനായി ആവശ്യപ്പെട്ടതിലധികം ഫണ്ട് അനുവദിച്ച് സഹായിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനായി LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് AV ഗോപിനാഥ്.
തിങ്കളാഴ്ച വൈകുന്നേരം പെരിങ്ങോട്ടുകുറിശി സെന്ററിൽ ആയിരങ്ങൾ അണിനിരന്ന വേദിയിൽ പെരിങ്ങോട്ടുകുറിശി വികസന മുന്നണി എന്ന പേരിൽ സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കുന്നതായി പ്രഖ്യാപനം നടത്തിയ ശേഷമാണ് എ.വി. ഗോപിനാഥ് തന്റെ നയം വ്യക്തമാക്കിയത്. 2019 UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച രമ്യ ഹരിദാസിനെ വിജയിപ്പിച്ചെങ്കിലും ₹1 പോലും പെരിങ്ങോട്ടുകുറിശിക്ക് അനുവദിച്ചില്ലെന്നും നന്ദിയേട് കാണിച്ചവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായി അറിയാമെന്നും രാഷ്ട്രീയത്തിനപ്പുറം വികസനമാണ് തന്റെ സ്വപ്നമെന്നും പറഞ്ഞ ഗോപിനാഥ് ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനുമായി കൈകോർത്താണ് നയം വ്യക്തമാക്കിയത്. 25 കൊല്ലം ഞങ്ങൾ 19 കൊല്ലം ഞങ്ങൾ പുരോഗതിക്ക് വേണ്ടി പോരാടി. ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തില്ലേ? രാഷ്ട്രീയ പരിഗണന നോക്കാതെ പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചു. ഒന്ന് മനസ്സിലാക്കാൻ നന്നായിരിക്കും, മറ്റു പലരും കാര്യം വെച്ച് കോൺഗ്രസ് നടത്തുന്നു. ഞാൻ ചവിട്ടിപ്പൊത്താക്കിയ പാർട്ടിക്കകത്ത് കയറാതെ എന്റെ മരണം കോൺഗ്രസ് അല്ലാതെ കഴിക്കാൻ എ.വി. ഗോപിനാഥൻ ചടങ്ങിൽ KP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പ്രവാസി വ്യവസായി KP രവിശങ്കർ, PP സുമോദ് MLA, സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ, CPM കുഴൽമന്നം ഏരിയ സെക്രട്ടറി A. അനിതാനന്ദൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K. കേരളകുമാരി, വൈസ് പ്രസിഡന്റ് EP പൗലോസ്, രാജിവെച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് KA മക്കി, സുകുമാരൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ക്രമസമാധാന പാലനത്തിന് നിയോഗിച്ചിട്ടുള്ള കേന്ദ്രസേനയും പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കോട്ടമൈതാനം മുതൽ വിക്ടോറിയ കോളേജ് വരെയായിരുന്നു റൂട്ട് മാർച്ച്. ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ്, ASP, DYSP തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. കോട്ടമൈതാനത്ത് നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് സുൽത്താൻപേട്ട ജംഗ്ഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി വിക്ടോറിയ കോളേജിന് സമീപത്തെത്തി സമാപിച്ചു. 100-ലധികം കേന്ദ്രസേനയും 500-ലധികം പോലീസുകാരും ഭാഗമായി 3 നിരകളായിട്ടാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. 26-ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ മുന്നൊരുക്കമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിയിൽ ടാങ്കർ ലോറികളിലെ വലിയ ടാങ്കുകളിൽ വെള്ളം നിറച്ച് വീടുകളിൽ വിതരണം ചെയ്യുന്ന വാഹനം മറിഞ്ഞു. പാഞ്ഞാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീടുകൾ തോറും വെള്ളമെത്തിക്കുന്ന ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. കുളമ്പ് കുരിശുപള്ളിക്ക് സമീപത്തെ വീടുകളിൽ വെള്ളം എത്തിക്കുന്നതിനിടെ ചൊവ്വാഴ്ച രാവിലെയാണ് മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വാണിയംകുളത്ത് LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. സലീഖ ഉദ്ഘാടനം ചെയ്തു. നയങ്ങൾ എന്നതാണ് നമ്മുടെ മുമ്പിലെ ആശങ്ക. ഈ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും തകർത്തുകൊണ്ടുള്ള നിലയാണോ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വേണ്ടത്? മറിച്ച് ഭരണഘടനാ മൂല്യങ്ങളായ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനാണ് നാം ഉത്തരം നൽകേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലൂടെ. CPM ഏരിയ കമ്മിറ്റി അംഗം K. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. LDF ഷൊർണൂർ മണ്ഡലം സെക്രട്ടറി MR മുരളി, CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K. ഭാസ്കരൻ, KP സുധീർ, ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് T. സുനിൽ, P. ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഷൊർണൂരിൽ LDF തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ റാലിക്കു ശേഷം നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CPIM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPI ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി KC സോമൻ, P. സിന്ധു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MR മുരളി, S. കൃഷ്ണദാസ്, MK രാമചന്ദ്രൻ, M. നാരായണൻ, മുരളി മുണ്ടായ തുടങ്ങിയവർ സംസാരിച്ചു. റാലിയുടെ ഭാഗമായി നടന്ന DJ നൈറ്റിൽ യുവതി യുവാക്കളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊപ്പത്ത് വാഹനാപകടത്തിൽ മരിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകൻ അബ്ദുൾ റഷീദിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് കൊപ്പം സെന്ററിൽ അനുസ്മരണ യോഗം നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ,
പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF സംഘടിപ്പിക്കാനിരുന്ന പൊതുയോഗമാണ് അബ്ദുൾ റഷീദിന്റെ അപ്രതീക്ഷിത വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി പിരിഞ്ഞത്. സഹപ്രവർത്തകൻ ഈ റഷീദിന്റെ ഈ അകാലത്തിലുണ്ടായ ഈ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്താനും അദ്ദേഹത്തിന്റെ വസതിയിൽ പോകാനും വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇത് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് കുടുംബയോഗം നടന്നതെന്ന് പറഞ്ഞു. ഇന്ന് ഈ സ്റ്റേജ് ഒരുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി രാത്രിയും പകലുമെല്ലാം നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ അഗാധമായ പ്രയാസം ആ കുടുംബത്തിനുണ്ടാകും. അവരുടെ വേദനയിൽ പങ്കുചേരും. മരണം പലപ്പോഴും ലിംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അനുസ്മരണ യോഗത്തിനു ശേഷം കൊപ്പം പുലാശ്ശേരിയിലുള്ള റഷീദിന്റെ വസതിയിലും UDF നേതാക്കൾ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുൻ MLA CP മുഹമ്മദ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, വൈസ് പ്രസിഡന്റ് CAMA കരീം, സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ്, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, റിയാസ് മുക്കോളി എന്നിവർ വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ട റഷീദ് മുസ്ലിം ലീഗ് കൊപ്പം ശാഖ മുൻ സെക്രട്ടറിയും സജീവ ലീഗ് പ്രവർത്തകനുമാണ്. UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഗൃഹസന്ദർശന ക്യാമ്പയിനുകൾക്കും റഷീദ് നേതൃത്വം നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാർഷിക കൺവെൻഷൻ സംഘടിപ്പിച്ചു. പറളിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ AKTA സംസ്ഥാന സെക്രട്ടറി G സജീവൻ ഉദ്ഘാടനം ചെയ്തു. ടൈലേഴ്സ് അംഗങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും മറ്റു സംഘടനകൾക്ക് നൽകുന്ന സഹായ സഹകരണങ്ങൾ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷനും സംസ്ഥാന സർക്കാർ നൽകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നമ്മൾ നടത്തുന്നത് ഏത് മേഖലയിലാണ്? ഇന്ന് തയ്യലുള്ള ആളുകൾക്ക് വേണ്ടി 1995 കേരള നിയമസഭയിൽ 3-2 ഭൂരിപക്ഷത്തോടെ നിയമമാക്കിയ ഒരു നിയമത്തിൽ ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ ഇടപെടലിന്റെ ദുരന്ത ഫലം ഇന്ന് 60 വയസ്സ് പൂർത്തീകരിച്ച് റിട്ടയർ ചെയ്യുന്ന തൊഴിലാളികളിൽ ആ ദുരന്ത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ദുരന്ത ഫലം? 95 നിയമമായ ക്ഷേമനിധി നിയമത്തിന്റെ 25A പട്ടികയിൽ പറയുന്നു തൊഴിലാളികളെ അടയ്ക്കുന്ന അംശാദായം. പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് P ചന്ദ്രിക അധ്യക്ഷയായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S സതികുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി C ബാലസുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ടും ഗജാൻജി M ഉണ്ണികൃഷ്ണൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലയിലെ 22 ഏരിയകളെ പ്രതിനിധീകരിച്ച് 267 പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലെ വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, മിനിമം പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക, പാലക്കാട് രാമേശ്വരം റൂട്ടിൽ കൂടുതൽ ട്രെയിൻ അനുവദിക്കുക, ബെമൽ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാനുള്ള നീക്കം ഒഴിവാക്കുക എന്നീ പ്രമേയങ്ങൾ യോഗത്തിൽ പാസാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ മാന്നാമംഗലം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ ഇന്ന് രാവിലെയാണ് ആന ചെരിഞ്ഞത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത്. ആഴവും വെള്ളവുമുള്ള കിണറിലാണ് ആന വീണത്. ആനയെ കരയ്ക്ക് കയറ്റാനായി JCB ഉപയോഗിച്ച് മണിക്കൂറുകളോളം പരിശ്രമിച്ച് മണ്ണുമാന്തി ആനയുടെ സമീപത്ത് വരെ എത്തിയതായിരുന്നു. ഇതിനിടെയാണ് രാവിലെ 7 മണിയോടെ ആന ചെരിഞ്ഞത്. അനങ്ങാനാവാതെ കിണറ്റിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ആന. വീഴ്ചയുടെ ആഘാതത്തിൽ നടുവിനേറ്റ സാരമായ പരിക്കാകാൻ മരണകാരണമെന്നാണ് നിഗമനം. മാന്നാമംഗലം ഫോറസ്റ്റ് സെക്ഷൻ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ആനക്കുഴി. ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം പുറത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി വനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കും. നിരന്തരം ആനശല്യമുള്ള മേഖലയാണ് മാന്നാമംഗലം. കഴിഞ്ഞ ദിവസവും ആനക്കുഴി പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് വനംവകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ മേലൂർ പൂലാനിയിൽ ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. പൂലാനി സ്വദേശി 34 വയസ്സുള്ള ലിജിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം.
പൂലാനി കുറുപ്പം 5-ാം വാർഡിൽ താമസിക്കുന്ന 34 വയസ്സുള്ള ലിജിയാണ് കൊല്ലപ്പെട്ടത്. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ കൊരട്ടി പോലീസ് ഭർത്താവ് പ്രതീഷിനെ കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്ന പ്രതീഷ് ലിജിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നിഗമനം. മദ്യപിച്ചെത്തുന്ന പ്രതീഷ് നേരത്തെയും ഭാര്യയെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്ന് കൊരട്ടി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുണ്ടൂർ പൂതന്നൂർ കുന്നപ്പുള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. പ്രതിഷ്ഠാദിനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് പൊങ്കാലവെപ്പ് ചടങ്ങും നടന്നു. ചരിത്രത്തിലാദ്യമായി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പൊങ്കാലയിൽ 300ഓളം പേർ പങ്കെടുത്തു. 22-ന് നടന്ന കൊടിമര പ്രതിഷ്ഠാദിനത്തിൽ ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചഗവ്യം, നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായി. 23-ന് നടന്ന പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ട് ബലി, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിക്കൽ, തുടർന്ന് ആറാട്ടിറക്കിയ ശേഷം കൊടിയിറക്കം നടന്നു. 25 കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, പൊങ്കാല സമർപ്പണം എന്നിവയും കലശപൂജയ്ക്ക് ശേഷം പ്രസാദപൂട്ടുമുണ്ടായി. 20-ന് കൊടിയേറ്റം, അത്താഴപൂജ, പഞ്ചവാദ്യത്തോടെ ശീവേലി, 21-ന് ശ്രീരാജ് ചാക്യാർ കിള്ളിക്കുറിശി മംഗലത്തിന്റെ ചാക്യാർകൂത്തും അരങ്ങേറി. വൈകുന്നേരം കോങ്ങാട് മധുക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഭഗവതി പാട്ടുമുണ്ടായി. തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാടാണ് കാർമ്മികത്വം. ക്ഷേത്രം പ്രസിഡന്റ് പി വി രാമൻകുട്ടി, സെക്രട്ടറി അത്തിക്കൽ ശിവകുമാർ, ഹരികുമാർ എന്നിവർ നേതൃത്വം നൽകി. ശ്രീ കുന്നപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാപന മഹോത്സവം ഏപ്രിൽ 20 മുതൽ 23-ാം തീയതി വരെ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് അവസാന ദിവസം ആറാട്ട് ബലി, അതുകൂടാതെ ചരിത്രത്തിൽ ആദ്യമായി പൊങ്കാല എന്നുള്ളൊരു പരിപാടി നമ്മൾ ആദ്യം ചെയ്യണം. ഏകദേശം ഒരു 220ഓളം ആൾക്കാരോളം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ പ്രസാദൂട്ട്, പൊങ്കാലയ്ക്ക് നേതൃത്വം കൊടുത്തത് ബ്രഹ്മശ്രീ അണ്ടലാടി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആദ്യ തിരി കൊളുത്തി ഭണ്ഡാര. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുണ്ടൂരിൽ CP ഭരതൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. നാമ്പുള്ളിപ്പുര SVM ALP സ്കൂളിലെ PTA മാനേജ്മെന്റ്, രക്ഷിതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. നാമ്പുള്ളിപ്പുര SVM ALP സ്കൂളിന്റെ സ്ഥാപക കാലഘട്ടം മുതൽ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിയായും പിന്നീട് രക്ഷിതാവായും PTA SFG സംഘടനകളുടെ നേതാവായും മേളകളുടെയും വാർഷികാഘോഷങ്ങളുടെയും എല്ലാം സംഘാടകനായും സ്കൂളിന്റെ പുരോഗതിയിൽ മാർഗദർശിയായി നിലകൊണ്ട വ്യക്തിത്വത്തിനുടമയാണ് CP ഭരതൻ. അധ്യാപകർക്കെല്ലാം സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതൊരാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാൻ കഴിയുന്ന CP ഭരതന്റെ വേർപാട് സ്കൂളിനെ സംബന്ധിച്ച് നികത്താനാവാത്തത് തന്നെയാണ്. സ്കൂളിൽ സംഘടിപ്പിച്ച അനുശോചന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് TA അബ്ദുൾ സലാം അധ്യക്ഷനായി. വാർഡ് മെമ്പർ PK രാജേഷ്, SFG പ്രസിഡന്റ് B വിജയകുമാർ, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി KS സുരേഷ് മുണ്ടൂർ, വിവിധ കമ്മിറ്റി അംഗങ്ങളായ ഷഹദ്, ഗോപാലകൃഷ്ണൻ, പ്രധാന അധ്യാപിക M ജയശ്രീ, സീനിയർ അധ്യാപിക VP ഉമാദേവി തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. ഇപ്പോഴും എവിടെയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ച് ആ ബന്ധങ്ങൾ നിലനിർത്തുന്ന ആൾക്കാരാണ്. അതിൽ ഇപ്പം നമുക്ക് ജീവിച്ചിരിക്കുന്നത് പിന്നെ രാവണിയേട്ടൻ, പിന്നെ ആ ഗ്യാങ്ങിൽ രാവണിയേട്ടൻ, നമ്മുടെ കുമാരേട്ടൻ, പിന്നെ പറളിയിൽ മാണിക്കേട്ടൻ ഉണ്ടായിരുന്നു. മാണിക്കേട്ടൻ മരിച്ചു. പിന്നെ ആദ്യത്തറിലെ ഒരു ജോസേട്ടൻ, അങ്ങനെ എന്തോ ഒരു നല്ല രീതിയിലാണ് തന്നെ അതിൽ മനുഷ്യ വംശഹത്യ എന്ന രീതിയിലേക്കുള്ള ഒരു നയങ്ങളും രീതികളൊക്കെ തന്നെ ആ ഭാഗത്ത് ഉൾക്കൊള്ളാനും നമ്മുടെ കോങ്ങാടിൽ തന്നെ വലിയൊരു വിപ്ലവം സംഭവിക്കുന്ന രീതിയിലേക്ക് ആ ഒരു രീതിയൊക്കെ മാറും. കുറിച്ചൊക്കെ നമ്മുടെ ഭരതനൊക്കെ കൃത്യമായിട്ടുള്ള അവരൊക്കെ ആ നമുക്കൊക്കെ ഓർമ്മകളും കാഴ്ചയിലെ അറിവുകളേ ഉള്ളൂ. നക്സൽ പ്രസ്ഥാനങ്ങളുടെ ലഘുലേഖകളിൽ ആകൃഷ്ടനായി സജീവ നക്സൽ പ്രവർത്തകനായ CP ഭരതൻ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കോങ്ങാട് നാരായണൻകുട്ടി നായർ കൊലപാതക കേസിൽ 9 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പ്രദേശത്ത് പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ സാംസ്കാരിക മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സജീവമായിരുന്നു. ചളിർക്കാട് ബ്രദേഴ്സ് വായനശാലയ്ക്ക് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയതും കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും CP ഭരതനാണ്. ദീർഘകാലം സ്കൂളിൽ PTA പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന CP ഭരതന്റെ ഓർമ്മയ്ക്കായി സ്കൂളിൽ ഒരു ലൈബ്രറി സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തിലാണ് നാട്ടുകാരും അധ്യാപകരും PTA ഭാരവാഹികളും. ന്യൂസ് ബ്യൂറോ,
പത്തിരിപ്പാല. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മാങ്കുറിച്ചി സ്വദേശിനി ഡോക്ടർ റോഷ്നിയെ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ PR സെക്രട്ടറി റഹീമ, ജില്ലാ സമിതി അംഗം ജുമാന തരൂർ, പറളി ഏരിയ PR കോർഡിനേറ്റർ ഹബീബ മൂസ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ എനിക്ക് കഴിയട്ടെ എന്നുള്ളതും ഞാനിപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളതും വിശ്വാസവും പ്രാർത്ഥനകളും നന്ദി. ഇസ്ലാമി വനിതാ വിഭാഗം പാലക്കാട് വകുപ്പാണ്. റോഷ്നി നേടിയിട്ടുള്ള ഒരു ഉന്നത വിജയം ഈ പ്രദേശത്തിൻ്റെ, ഈ ജില്ലയുടെ തന്നെയാണ്. റോഷ്നിയെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഏറ്റവും സന്തോഷത്തോടെയുള്ള ആ വിദ്യാഭ്യാസം നൽകലാണ് ഈ ഉന്നത വിജയത്തിലേക്ക് റോഷ്നിയെ എത്തിച്ചിരിക്കുന്നത്. സമൂഹത്തിന് ഗുണകരമാകുന്ന, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തിന് ഗുണകരമാകുന്ന ഒരു ഔദ്യോഗിക ജീവിതം നയിക്കാൻ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഈ സമയത്ത്. സ്കൂട്ടറിനു പിറകിൽ 2 വയസ്സുള്ള കുട്ടിയെ നിർത്തി അശ്രദ്ധമായി സ്കൂട്ടർ ഓടിച്ച പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ ചിറ്റലപ്പിള്ളിയിൽ വെച്ചായിരുന്നു സംഭവം. മുള്ളൂർ സ്വദേശി ഹരിക്കെതിരെയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. അമല ഭാഗത്തുനിന്ന് ചിറ്റിലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് കുട്ടിയെ സീറ്റിന് മുകളിൽ നിർത്തി ഇയാൾ സ്കൂട്ടർ ഓടിച്ചത്. പിറകിൽ സഞ്ചരിക്കുകയായിരുന്നവർ ദൃശ്യം പകർത്തി പോലീസിന് കൈമാറുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ പിതാവിനെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം 2024 പരിപാടി സംഘടിപ്പിച്ചു. ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റാൻലി സാമുവൽ അധ്യക്ഷനായ ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് കൺവീനർ ഗോപി ചക്കുന്നത്ത് ആമുഖ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് ട്രഷറർ M. അരുൺകുമാർ, രക്ഷാധികാരികളായ മജീദ്, MR സജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് അംഗങ്ങളായ മണികണ്ഠൻ, മണി ചെറുതുരുത്തി, ജയകുമാർ, സജി, പ്രവീൺ, ഗിരീഷ് രാധാകൃഷ്ണൻ, ഫൈസൽ ചേലക്കര, മനോജ് തൈക്കാട്ടിൽ, വിബിക്സ് എന്നിവർ പങ്കെടുത്തു. വിഷു, ഈസ്റ്റർ, അതുപോലെ റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായാണ് സ്നേഹസംഗമം 2024 എന്ന പേരിൽ ഇവിടെ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളുടെ തിരക്കുകളിൽ നിന്നെല്ലാം നമ്മൾ സമൂഹത്തിന് വേണ്ടി വാർത്തകൾ ചെയ്യുന്നു. ഈ സമൂഹത്തിലുണ്ടാകുന്ന വാർത്തകൾ ജനങ്ങളെ യഥാസമയം അറിയിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത്. നമ്മളുടെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു സ്വകാര്യ നിമിഷങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടും ഈ പ്രസ് ക്ലബിൻ്റെ പേരിൽ ഈ സ്നേഹസംഗമത്തിന് നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാണിയംകുളം പുലാചിത്ര കിള്ളിക്കാവ് പൂരം ഏപ്രിൽ 25-ന്. വിവിധ ആഘോഷ കമ്മിറ്റികൾ പൂരത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളിലൊന്നായ കിഴക്കുമുറി വിഭാഗം ഇത്തവണയും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷത്തെ വരവേൽക്കുന്നത്. പൂരം ദിവസം രാവിലെ ക്ഷേത്രം മുൻമേൽശാന്തി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കിഴക്കുമുറിയിൽ ഗണപതി ഹോമം, വിശേഷ പൂജകൾ എന്നിവ നടക്കും. ഗജരാജന വരവേൽപ്പ്, തമ്പോലമേളം, ഉച്ചയ്ക്ക് പന്തലിൽ പഞ്ചവാദ്യം എന്നിവയുണ്ടാകും. പൂതൻ, തിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ 3 മണിക്ക് ശേഷം കിഴക്കുമുറി പൂരം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആവേശം വാരി വിതറിയ പ്രചാരണ ദിവസങ്ങൾക്ക് സമാപനം കുറിച്ച ബുധനാഴ്ച കൊട്ടിക്കലാശം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊടിയിറക്കം ആഘോഷമാക്കാൻ മുന്നണികൾ. പാലക്കാട് നൂറണയിൽ നിന്ന് LDF-ന്റെയും ഒലവക്കോട് നിന്ന് UDF-ന്റെയും വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് NDA-യുടെയും കലാശക്കൊട്ട് ആരംഭിക്കും. വാദ്യമേള അകമ്പടിയോടുകൂടിയുള്ള നഗരപ്രദക്ഷിണത്തിന് ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കലാശക്കൊട്ടിന് സമാപനമാകും. പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ UDF-ന്റെ അവിശ്വാസം ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതി, തെരുവ് വിളക്ക് പദ്ധതി അട്ടിമറിക്കൽ തുടങ്ങി ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് അവിശ്വാസം പാസ്സാകുമെന്ന ആത്മധൈര്യത്തിൽ UDF കൌൺസിലർമാർ. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 3,26,151 വ്യാജ വോട്ടുകളുണ്ടെന്ന ആരോപണവുമായി BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഇരട്ടിപ്പ് വോട്ടുകളും വ്യാജ വോട്ടുകളും ഭരണകക്ഷിക്ക് വേണ്ടി ചേർത്തതാണെന്നും സംസ്ഥാനം മുഴുവൻ ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ. നിലവിലെ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അംഗീകരിക്കില്ലെന്നും ഇരട്ട വോട്ടുള്ളവർ വേറെ വോട്ട് ചെയ്തിട്ടില്ലെന്ന NOC ഹാജരാക്കണമെന്നും C. കൃഷ്ണകുമാർ. തൃശൂരിൽ അനധികൃതമായി വോട്ട് ചേർക്കുന്ന പരാതിയുമായി LDF.
പൂങ്കുന്നത്ത് അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിലെ താമസക്കാർ എന്ന് കാണിച്ച് 73 പേരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തെന്ന് ആരോപണം. പാലപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപം എറക്കോട്ടിരി പ്രദേശത്തെ ജനങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴി അടയ്ക്കാനൊരുങ്ങി റെയിൽവേ അധികൃതർ. ട്രെയിനുകൾ വേഗത്തിൽ കടന്നുപോകുന്നതിനാണ് ഇത്തരം നടപടിയെന്ന വിശദീകരണം. നടപ്പാതയൊരുക്കുകയോ ഓവുപാലം ഉയരവും വീതിയും കൂട്ടി വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള സൗകര്യമൊരുക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. ഒടുവിൽ നയം വ്യക്തമാക്കി മുൻ MLA AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശി വികസന മുന്നണി രൂപീകരിച്ചതായി പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ. പെരിങ്ങോട്ടുകുറിശിയുടെ വികസനത്തിനായി ആവശ്യപ്പെട്ടതിലധികം ഫണ്ട് അനുവദിച്ച പിണറായി സർക്കാരിനൊപ്പമെന്ന് AV ഗോപിനാഥ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.